അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. കാരണം ഇന്ന് എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് തീർക്കണമെങ്കിൽ നേരത്തെ എഴുന്നേറ്റേ പറ്റുള്ളൂ. എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടമാണ്. കാരണം എന്നാൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കാൻ എനിക്ക് മടി തോന്നാറില്ല. അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ദിനു എണീറ്റ് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ ഇന്ന് നിങ്ങളെല്ലാവരും ചോദിച്ച റെസിപ്പിയാണ് വെള്ളക്കടലയുടെ റെസിപ്പി. അപ്പോൾ അമ്മ ഇന്ന് കറി വെക്കാൻ തുടങ്ങുകയെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് എന്നാൽ പിന്നെ അതും കൂടെ ഷൂട്ട് ചെയ്തേക്കാമെന്ന്. അങ്ങനെ 1 കപ്പ് കടല അമ്മ തലേന്ന് തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അമ്മ അത് കുക്ക് ചെയ്യാനായിട്ട് വിസിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വിസിലൊക്കെ അടിക്കണം നമ്മുടെ കുക്കറിൽ അതൊന്ന് കുക്കായി വരാനായിട്ട്. ഇനിയിപ്പോൾ പാത്തുവിന് ഞാനിന്ന് പനീർ ഫ്രൈ ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പനീർ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തൊന്ന് കട്ട് ചെയ്യാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഞാൻ എണീറ്റ് വന്നു, ദിനുവും എഴുന്നേറ്റ് പോന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തനു എണീറ്റ് വന്നു. തനു ആരെങ്കിലും കൂടെ കിടപ്പില്ലെങ്കിൽ കിടക്കത്തില്ല കേട്ടോ, അപ്പം തന്നെ എണീറ്റ് വരും. അങ്ങനെ ദിനു ഓടി വന്ന് തനുവിനെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉഷാമ്മയും കൂടെ എണീറ്റ് വന്ന് ഉഷാമ്മ പിന്നെ അവളെയും കൊണ്ട് പോയായിരുന്നേ. അപ്പോൾ പിന്നെ ഇനി പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു നുള്ള് കുരുമുളക് പൊടി, ഒരു 2 നുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അതിലേക്ക് ഈ പനീർ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇത് ബട്ടറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരയ്ക്കാൻ പോകാം അമ്മ. അപ്പോൾ 2 പിടി തേങ്ങ, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും ഗ്രാമ്പും, ഒരു ഏലക്കായും കൂടെ തൊലി കളഞ്ഞാട്ടോ ഇടുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 10 കാഷ്യൂനട്ടും കുറച്ച് മല്ലിയിലയും, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, പെരുംജീരകം 1/4 ടീസ്പൂൺ, ഇത്ര ഇട്ടിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കടലക്കറിക്ക് പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ സവോള വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോഴേക്കും ദിനു ജിമ്മിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തനു ഭയങ്കര കരച്ചിലായി കേട്ടോ. അവൾക്കും കൂടെ പോകണമെന്നും പറഞ്ഞിട്ട് ആര് പോകാൻ ഇറങ്ങിയാലും അവൾ കരയും, ആരെങ്കിലും പോയി കഴിഞ്ഞാലും കരയും കേട്ടോ. അങ്ങനെ അമ്മ ബലമായിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സവോളയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ടാട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറി വന്നപ്പോൾ അമ്മ ഒരു ചെറിയ തക്കാളി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലയുണ്ടല്ലോ അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും കുക്കറിൽ നമ്മൾ വിസിലടിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലും കൂടെ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. തലേന്ന് തന്നെ നമ്മളിതെല്ലാം അരിഞ്ഞ് വെക്കുകയും റൈസൊക്കെ കുക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ ഇതിന് മുന്നിട്ട ഷോർട്ട് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പാകും. നമ്മുടെ പണികൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് തലേന്ന് നമുക്ക് ചെയ്ത് വെക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ജോലികൾ ഈസിയാകും. പിന്നെ അമ്മയാണെങ്കിലുണ്ടല്ലോ കൊടുത്തു വിടാനുള്ള പാത്രമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. തനുവിനെ അമ്മ ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തനു ഉറങ്ങുന്ന സമയം കൊണ്ട് ബാക്കി ജോലികളും പെട്ടെന്ന് തീർക്കുകയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, പിള്ളേർക്ക് മാത്രമല്ല നമുക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പം എന്തായാലും ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലക്കറി ആണെങ്കിലും നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ പാത്തുവിനെ പോയി എണീപ്പിക്കാൻ നോക്കുക കേട്ടോ. രാവിലെ എണീപ്പിക്കൽ ഭയങ്കര ടാസ്ക്കാണ്, ഭയങ്കര മടിയാണ് അവൾക്ക് രാവിലെ എണീക്കാൻ. എണീറ്റൊന്ന് ബ്രഷ് ചെയ്യാൻ കയറി കിട്ടിയ രക്ഷപ്പെട്ടു കേട്ടോ, പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പാത്തുവിനെ വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കടലക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അമ്മ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടറിൽ ഞാൻ പനീർ ഫ്രൈ ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തു എണീറ്റ് വന്നപ്പോൾ അവൾക്ക് മുടിയൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കും കേട്ടോ. അതിന് ശേഷമാണ് അവളെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈ സമയത്ത് തനു നല്ല ഉറക്കമാണ്. പനീറാണെങ്കിലും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചു വിട്ട് അത്യാവശ്യം നല്ലോണം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. പിന്നെ പാത്തുവിനും ദിനുവിനും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ആപ്പിളും പിയേഴ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഷാമ്മ എണീറ്റ് വന്ന് പിന്നെ ചായ ഇടുകയാണ് കേട്ടോ. അമ്മമാർക്ക് രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ
ഒരു എന്താ പറയുന്ന ഒരു ഉഷാറില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ ചായ ഇടുകയാണ്. പനീറെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് പനീർ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ അമ്മമാരിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എൻ്റെ ട്രൈപോഡ് പാത്തുവിൻ്റെ കൈ തട്ടി താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആകെപ്പാടെ ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഞാൻ കുറച്ച് വഴക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്തുവിനെ. അതുകൊണ്ട് പാത്തു ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ടും പറ്റിയില്ല. നമ്മൾ അമ്മമാർക്ക് ആ സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ വല്ലതൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഭയങ്കര വിഷമാവും. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അവൾ കരഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് അവൾ കരഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു. അവളുടെ അപ്പ ജിമ്മ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അവളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് സങ്കടം അവർക്കും വരും. നമ്മൾ വായിലിരിക്കുന്ന പറയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാനങ്ങ് പറഞ്ഞു പോകും. അതാണ് കേട്ടോ എൻ്റെ രീതി. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ എന്നോർത്ത് വിഷമിക്കുകയും ചെയ്യും. എന്തായാലും അവൾ ഓക്കെ ആയിട്ടാണ് സ്കൂളിൽ പോയത്. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഹാപ്പി ആയിട്ട് അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം അമ്മയാണ് കൊണ്ടുവിടുന്നത്. നമുക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ തനുവിനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക. തനു ആണെങ്കിൽ അമ്മ റെഡിയായി കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയുടെ കൂടെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ 2 പേർക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ ദിനു പതുക്കെ തനുവിനെ ഇങ്ങ് എടുത്തു. കാരണം ബസ് വരാൻ ടൈം ആയായിരുന്നു. അങ്ങനെ അവർ 2 പേരും കൂടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തനു എപ്പോഴത്തെയും പോലെ തന്നെ ഒരു കരച്ചിലും കഴിഞ്ഞ് പിന്നെ അങ്ങ് ഓക്കെ ആവും കേട്ടോ. ആ കരച്ചിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം. അത് കഴിയുമ്പോഴത്തേക്കും അവളങ്ങ് ഓക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ ദിനു ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ജിമ്മിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഫെവിക്വിക്ക് മേടിച്ചിട്ട് വന്നായിരുന്നു. തൽക്കാലത്തേക്ക് ഇതൊന്ന് ഒട്ടിച്ച് വെക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അതൊന്ന് ഒട്ടിച്ച് വെക്കാവോ എന്ന് നോക്കുകയാണ് കേട്ടോ. വെയിറ്റ് ഒന്നും താങ്ങത്തില്ല. കുറച്ച് നേരമൊക്കെ ഇതിൽ പോകുമായിരിക്കും എന്നും പറഞ്ഞ് അതെനിക്ക് ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ഒരെണ്ണം എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരുന്നിടം വരെ ഈ ഒരെണ്ണം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈപോഡ് സെറ്റ് ആകുന്നിടം വരെ എങ്ങനെയൊക്കെയോ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ അമ്മ തനുവിന് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പവും കടലക്കറിയും കൂടെ. ചില സമയത്ത് കഴിക്കും, ചില സമയത്ത് കഴിക്കത്തില്ല. അവൾക്ക് തോന്നണം കേട്ടോ. അപ്പോൾ അമ്മ കടല കൊടുത്തപ്പോൾ അതല്ല വെള്ളമാണ് വേണ്ടതെന്നാണ് അവൾ കാണിച്ചത്. വെള്ളം കൊടുത്തപ്പോൾ അവൾക്ക് സന്തോഷമായി കേട്ടോ. പിന്നെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പൂച്ചയുടെ സൗണ്ടും ബോബോൻ്റെ സൗണ്ടും പിന്നെ ഓരോന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ വേർഡ്സൊക്കെ കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പവും കടലക്കറിയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു പനീർ ഫ്രൈ ചെയ്തത് അവൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ബ്രെഡ് സ്റ്റീമറിലിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ആവി കയറ്റിയെടുത്ത ബ്രെഡിലേക്ക് നല്ല കടലക്കറിയും അതുപോലെ ചിക്കൻ സ്റ്റൂവും ഒക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ആവി കയറ്റി ബ്രെഡ് കഴിക്കാറില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി. ഈ കടലക്കറിയും ഈ ആവി കയറ്റിയ ബ്രെഡും കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് 2 എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദിനവും കഴിക്കാനായിട്ടിരുന്നപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ കഴിക്കാനിരുന്നപ്പോൾ അമ്മമാരെ വിളിച്ചപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ കാണുന്ന കണ്ണൂരുള്ളൊരു ഗീത ചേച്ചി ഉണ്ട്. ഗീത ചേച്ചി എപ്പോഴും ചോദിക്കും മോളെ എനിക്കൊരു ഹായ് പറയാമെന്ന്. അപ്പോൾ ഗീത ചേച്ചി ഹായ്, സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അത്രയധികം സ്നേഹവും പ്രാർത്ഥനയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും. അത് കഴിഞ്ഞ് പിന്നെ ദിനു ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തനു ഉറങ്ങി കേട്ടോ. തനു ഉറങ്ങിയപ്പോൾ പിന്നെ അമ്മ സ്ട്രോളറെ കിടത്തിയിട്ട് അമ്മയ്ക്കൊക്കെ കുറച്ചധികം ജോലികളുണ്ടല്ലോ അതിന് ശേഷം അതൊക്കെ ചെയ്യാനായിട്ട് പോയി. ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും പോയി കേട്ടോ. കാരണം ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ എനിക്ക് 2 വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിലെയും വീട്ടിലെയൊക്കെ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.